ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുടുംബത്തിന്റെ പേര് കളയുന്നതിനെയൊക്കെ വെട്ടിനുറുക്കി വാഴയ്ക്ക് വളമാക്കണം. അല്ലാതെ ആണും പെണ്ണും കെട്ടവനെ പോലെ വളവളാന്ന് ചെലച്ച തിരുമേനി, ഏറ്റവും വലിയ പൊരുത്തം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കലാണ്. അത് ശരി തന്നെയാണ്. ഈ ജാതകങ്ങൾ തമ്മിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ രണ്ടുപേർക്കും മംഗല്യഭാഗ്യം ഉണ്ടാകില്ലായിരുന്നു. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ പരസ്പരം കാണാതെ അവിവാഹിതരായി ഇരുവർക്കും കഴിയേണ്ടി വന്നേനെ. അതാണ് ഫലം കാണിച്ചത്. ഇനി വധുവരന്മാർ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കണം. അപ്പോഴേ ചടങ്ങ് പൂർത്തിയാകത്തുള്ളൂ. ജഗൻ, വയസ്സ് 26. ദാ ഈ കോളത്തിൽ ഒപ്പിട്ടോളൂ. വന്ദന, വയസ്സ് 27. ദാ ഈ കോളത്തിൽ ഒപ്പിട്ടോളൂ. ദാ ഇവിടെ. സാക്ഷിയുടെ കോളത്തില് ഞാനും ഒപ്പിടാം. ഇനി ദീർഘസുമംഗലിയായിരിക്കാൻ ഈ കുങ്കുമം വന്ദനയുടെ സിന്ദൂര രേഖയിലേക്ക് ചാർത്തി കൊടുക്കൂ. രണ്ടാൾക്കും വിവാഹ മംഗളാശംസകൾ. ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. വിവാഹ രജിസ്ട്രേഷൻ നടന്ന സർട്ടിഫിക്കറ്റ് ഉടൻ തന്നെ തരാനുള്ള ഏർപ്പാട് ചെയ്യാം. മാരേജ് സർട്ടിഫിക്കറ്റിന് പഞ്ചായത്തോട് ബന്ധപ്പെട്ടാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ശരി. കർണാര, നാട് വിറപ്പിക്കുന്ന നിന്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഓ, എന്തൊക്കെ വിശേഷണങ്ങളാ! കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യര്, കേരളം കണ്ട രണ്ടാമത്തെ ലീഡർ. കഷ്ടം. ആകെ ഒരേ ഒരു മോളായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ അവളുടെ പാട് നോക്കി പോയി. തന്തേം തള്ളേ അറിയാതെ ഇളയ മോന്റെ കല്യാണവും നടന്നു. എടാ, ആദ്യം വീട് നിയന്ത്രിക്കണം, എന്നിട്ട് വേണം നാട് നന്നാക്കാൻ ഇറങ്ങാൻ. നോക്ക്, പുരയ്ക്ക് മേലെ ചായുന്ന മരമാണെങ്കിലും നിർത്തിയേക്കരുത്. കൊടയ്ക്ക് വെച്ച് മുറിച്ച് തള്ളണം. നിന്നെ വെല്ലുവിളിച്ചു പോയ മക്കളെ ജീവിക്കാൻ വിടരുത്, കൊല്ലണം. കുറുപ്പിന് അഭിമാനമാണ് വലുത്. എന്റെ മാനം തകർത്ത് കളഞ്ഞത് ഇനി മക്കളല്ല, എന്റെ സ്വന്തം തന്തയാണെങ്കിലും ഞാൻ കൊല്ലും. അപ്പച്ചി, ഒരാൾ തളർന്നു നിൽക്കുമ്പോ അയാളെ വീണ്ടും വീണ്ടും തളർത്തുന്നത് ശരിയായ കാര്യമല്ല കേട്ടോ. ഹരിതയും ജഗനും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അപ്പച്ചിക്ക് എന്താ നഷ്ടം? ഊളെ, നീ
എന്റെ അനുജന്റെ മോൻ തന്നെയാണോടാ? കുടുംബത്തിന്റെ പേര് കളയുന്നതിനെയൊക്കെ വെട്ടിനുറുക്കി വാഴയ്ക്ക് വളമാക്കണം. അല്ലാതെ ആണും പെണ്ണും കെട്ടവനെ പോലെ വളവളാന്ന് ചെലച്ച മിണ്ടരുത്. എന്റെ മക്കളെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിച്ച് കൊല്ലാൻ നോക്കുന്നോ? എന്റെ കുടുംബം തകർക്കാൻ നോക്കിയാ ആരായാലും ഞാൻ കൊല്ലും. വേണ്ട. ഞാനിങ്ങനെ നെഞ്ചു മിരിച്ച് നിൽക്കുമ്പോ എന്റെ അമ്മ തല്ലുവാങ്ങി കുട്ടിയാ. ഞാൻ അപ്പച്ചി നേരത്തെ പറഞ്ഞതുപോലെ വെറും ഊളയായി പോവില്ലേ അപ്പച്ചി? ഈ വയറ്റില് 10 മാസം കിടന്നതിന്റെ ഒരു ഗുണമെങ്കിലും ഞാൻ കാണിക്കണ്ടേ? ഇതോടെ നിർത്തിക്കോണെല്ലാം. ഇല്ലെങ്കിലേ അപ്പച്ചിയാണെന്ന് ഞാൻ നോക്കില്ല. കംസം പണ്ട് പിള്ളേരെ ചെയ്തില്ലേ, അതേപോലെ കരവാരി നിരത്തടിക്കും ഞാൻ. ഇവൻ എന്നെ ചേച്ചി ചേച്ചി ആദ്യം പറഞ്ഞപ്പോ എനിക്കും ഒരു സംശയം തോന്നിയതാ, ഇവൻ എന്റെ രക്തത്തിൽ പിറന്ന തന്നെയാണോന്നും. പക്ഷേ ഇപ്പം മനസ്സിലായി ഇവൻ എന്റെ മോൻ തന്നെയാണെന്ന്. അതിന്റെ ഉശിര അവനിപ്പ കാണിച്ചത്. അച്ഛാ, ചെയ്തത് തെറ്റാണെങ്കിൽ മാപ്പാക്കണം. ദേ, ഇനിയെങ്കിലും മക്കളോടുള്ള പകയും ദേഷ്യവും ഒക്കെ ഒന്ന് കളഞ്ഞൂടെ? മക്കളോടുള്ള പകയും ദേഷ്യമൊക്കെ ഞാൻ കളയാം. പക്ഷേ കള്ളം പറഞ്ഞു വഞ്ചിച്ച പ്രകാശനെ, അവനെ ഞാൻ വെറുതെ വിടില്ല. അപ്പച്ചി, നേരത്തെ പറഞ്ഞ കംസനില്ലേ, അതങ്ങോട്ട് ഇരച്ചു കയറുവാ. കരുതാടി. ഈ അപ്പച്ചി ചുമ്മാ പേടിപ്പിക്കാൻ. അയ്യോ. സർ, സർ. ഇരിക്ക്. വേണ്ട സർ. ജഗ, ഇത് ഓക്കെയാ. മാനത്തെ കൊട്ടാരം